പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തടി കുറയാനും നമ്മുടെ സിക്സ് പാക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇത് ഒരു വയർ കിട്ടാനും നമ്മുടെ ബോഡിയിൽ ഫുൾ ഇളകണ ഒരു ഇതാണ്. കുട്ടികൾക്ക് ചെയ്യാം, വലിയവർക്ക് ചെയ്യാം. നമ്മുടെ ബോൺ ഭയങ്കര സ്ട്രോങ് ആവണ ഒരു എക്സസൈസാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വയസ്സായവർക്ക് അല്ലെങ്കിൽ ആരൊക്കെ വേണമെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ കുറേ പേരൊക്കെ ആരൊക്കെയാണെങ്കിലും ഇപ്പോൾ ഡാൻസായിട്ട് ഒരു പാട്ട് വെച്ചിട്ട് സുംബയായിട്ടും കളിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഇപ്പോൾ പാട്ട് വെക്കാനോ അല്ലെങ്കിൽ സുംബായി കളിക്കാനോ ഒരു രസം ഉണ്ടാവാത്ത എന്താണ് ഞാൻ സ്റ്റെപ്പ് ബൈ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സുംബ ഇങ്ങനെ ഡാൻസിനോട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കളിക്കാം. അല്ലാണ്ട് ചുമ്മാ നമ്മൾ പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പിക്കൽ മാറിയിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ ഷുഗർ കുറച്ച് കട്ട് ചെയ്യണം. പിന്നെ ചോറ് കുറച്ച് കുറയ്ക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എണ്ണമയം കുറയ്ക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇടുമ്പോൾ ഫാൻ ഇട്ടിട്ട് കളിക്കാൻ പാടില്ല. ഞാൻ ഫാൻ ഇടാണ്ടാണ് കളിക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് പോവാം. വരൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ജമ്പിങ് ജാക്സ് ആണ് ചെയ്യേണ്ടത്. റെഡിമെൻറ്റ് അങ്ങനെ ഒരു 30 വട്ടോ 10 വട്ടോ കുഞ്ഞു കുട്ടികൾ 10 വട്ടം ചെയ്യണം. വലിയ ആൾക്കാർ 30 വട്ടം ചെയ്യണം. വയസ്സായ ആൾക്കാർക്ക് എത്ര വട്ടങ്ങൾ ചെയ്യാം. വല്ലാണ്ട് തളരാത്തൊരു രീതിയിൽ ആദ്യം കുറച്ച് വേർക്കണ ഒരു രീതിയിൽ ചെയ്യണം. അടുത്ത നമ്മൾ ഈ ഒരു സംഭവത്തിനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കൈൻ്റെ എക്സസൈസ് ഇങ്ങോട്ട് തിരിക്കുക. അങ്ങനെ 5 പ്രാവശ്യം മുമ്പിലോട്ട്, 5 പ്രാവശ്യം ബാക്കിലോട്ട്, അങ്ങനെ 4 വട്ടം ചെയ്യാം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ബെഡിൻ്റെ മുകളിൽ കാല് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം പുഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് മസിൽ പറയാനായിട്ട് ഇങ്ങോട്ട് ചെയ്തെടുക്കാം. അത് ഒരു കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നത് ഇങ്ങനെ താഴത്തിങ്ങനെ നന്നായി അകത്തി വയ്ക്കുക. വല്ലാണ്ട് വീണ മരുന്ന് വെക്കണം. സാധാ ലെവലിൽ വെച്ചിട്ട് മുട്ടിൻ്റെ ഇവിടെ കൈ ഇങ്ങനെ വെച്ചെടുത്തിട്ട് അരയിൽ പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ അനങ്ങും നമ്മൾ. അപ്പോൾ നമ്മുടെ കാല് നല്ല സ്ട്രോങ് ആവും. നമ്മുടെ കൈയോട് ശക്തി കൊടുക്കണതും നല്ല സ്ട്രോങ് ആയി കിട്ടും. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻ്റെ ഷോൾഡറിൻ്റെ അവിടെയാണ്. ഇങ്ങനെ ഷോൾഡർ പൊക്കുക താഴ്ത്തുക ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പൊതുവെ ചെയ്യുന്നതാണ്. ഇങ്ങനെ പിടിക്കുക, കട്ടിയിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, റൈറ്റിലോട്ട്, ലെഫ്റ്റാണ് ഉള്ളിലേക്ക് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ അതിങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ മതി. അത് 2 കൈ ഒരുമിച്ച് ചെയ്യുക. പിന്നെ അത് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യുക, അപ്പിലേക്ക് ചെയ്യുക, ഡൗണിലേക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കൈ റിലാക്സ് ആക്കി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കലാണ് റിലാക്സ്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ മതി. ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്യൂലേ കാൽമട്ട ചെയ്യുക, അതിൻ്റെ ലെവലിൽ നിന്നിട്ട് ഈ ഒരു എക്സസൈസും ചെയ്യുക. പിന്നെ ഈ കൈ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തറയിൽ ഇങ്ങനെ മുട്ടണം. അത് കുറച്ച് വട്ടം ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ വയറ് നന്നായിട്ട് ജാം ആവുമ്പോൾ അങ്ങനെ വയറ് ഇതായി കുറയും. ഇത് എക്സസൈസ് ചെയ്താൽ മാത്രം പോരാ, ഫുഡിൻ കൺട്രോളും കൂടി ആവശ്യമാണ്. അത് നമ്മൾ ഹെഡിനുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ ആണ് ഹെഡിൻ്റെ. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യാം. സൈഡ് 1 2 3 4 5 6 7 ചിലർക്ക് അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയണമെന്നില്ല. അങ്ങനെ കഴുത്ത് നന്നായിട്ട് തിരിക്കാം. പിന്നെ അപ്പ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ മുകളിൽ കൂടെ ഉള്ള റൊട്ടേഷൻ, ഹാഫ് അപ്പ് റൊട്ടേഷനാണ്. ഇങ്ങനെ കാണിക്കുക. പിന്നെ ഹാഫ് ഡൗൺ റൊട്ടേഷൻ ഇങ്ങനെ. ഫുൾ റൊട്ടേഷൻ എന്ന് പറയുള്ളൂ. അത്
ഒരു വട്ടം ഇങ്ങനെ ഫുള്ളായി ചുറ്റിയിട്ട് ഇങ്ങനെ കാണിക്കും നോക്കുക. അതാണ് അത്. ഇനി അതിന് ശേഷം എന്താ കാണിക്കേണ്ടതെന്ന് പറയാം. പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ ഒരു സംഭവം ചെയ്ത് വെക്കുക. ഇങ്ങനെ കാല് വെച്ചിട്ട് കാലുമ്മ ഇരിക്കാൻ നോക്കുക. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ കാലിൻ്റെ ഈ ഒരു ഭാഗം നന്നായി ഫിറ്റാവും. പിന്നെ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ഇരിക്കുക. എനിക്ക് സ്പ്ലിറ്റ് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഗൈസ് സ്പ്ലിറ്റ് ഇരുന്ന് കൊടുക്കുക. മുട്ട് ഇങ്ങനെ പൊന്തിരിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം. സ്പ്ലിറ്റ് ഇരിക്കണം. കുട്ടികൾ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റണ മാതിരി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാനേ പാടില്ല. ഇങ്ങനെ നിന്നിട്ട് പുഷപ്പ് എടുക്കുക ആണ്. പിന്നത്തെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പുഷപ്പ്, ഓപ്പണായിട്ട് പുഷപ്പ് ചെയ്യുക. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിനൊക്കെ ശരീരത്തിനടക്കം സ്ട്രെങ്ത് കൊടുക്കണം. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നല്ല ഉറപ്പ് കിട്ടാനായിട്ടാണ് ഇതൊക്കെ എടുക്കുക. ഇങ്ങനെ പൊന്തിരിക്കാനും പാടില്ല, ഇങ്ങനെ താഴ്ന്നിരിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ കൊടുക്കുക. പിന്നെ ഭക്ഷണ വിധം 1-2 മിനിറ്റ് അത്രയും വിധം എല്ലാ ദിവസവും നിൽക്കുക. എണ്ണ കൂട്ടി വരും കേട്ടോ എക്സസൈസിൻ്റെ. ഞാൻ പറയണത് കിടക്കണതൊന്നും സുംബയായിട്ട് ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വട്ടത്തിൽ ഓടുക. ചിലവർ നീങ്ങിപ്പോകരുത്, അവിടെ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ സ്പീഡ് കൂട്ടുക, ഹൈറ്റ് കൂട്ടുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൈനുള്ളത് കൈ ബാക്കി കിട്ടുക. എന്നിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ കാലിൻ്റെ ഒരു സംഭവമാണ്. കാല് ഇങ്ങനെ ഓടുന്നതിന് ഫ്രണ്ടിക്ക് ശരിക്കും ഇതിങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പിന്നെ മുകളിലേക്ക് കാലുവയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു ചുരുമ്മ ചാരിയിട്ട് നമ്മൾ കസാരയിൽ ഇരിക്കണ മാതിരി വെക്കുക. ഒരു കാല് പൊക്കുക. ഈ രീതിയിൽ അരമണിക്കൂർ ഇരിക്കുക. അത് കഴിയുമ്പോൾ കാല് വെച്ചത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കുക. ബൈ ബൈ.